ഹായ് ഹലോ അസ്സലാമലൈക്കും വണക്കം നമസ്കാരം ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ് ഇപ്പോൾ രാവിലെ 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ചക്കുളത്തേക്കാണ്. അപ്പോൾ പോകാൻ വീഡിയോയിലേക്ക് ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരാം ഗായ്സ്. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഒരുങ്ങി വന്നിരിക്കുന്നു ഗായ്സ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പം പോകാൻ ചക്കുളത്തേക്ക്. ഇപ്പോൾ നമ്മൾ യാത്ര പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അവിടെ കുറച്ച് നേരം നിർത്തി ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടികൾ കളിക്കാൻ പറ്റിയ നല്ല പാർക്ക് ഇതാ ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയത്തില്ല. അതാണ് എല്ലാം നല്ല ഇരിക്കാനുള്ള കസേര ഉൾപ്പെടെ എല്ലാം ഇങ്ങനെ കാട് കയറി നശിക്കുക. എന്തോ സംഭവം എന്നറിയത്തില്ല. അപ്പുറത്തൊരു കായലാണ്. ഇതിപ്പോൾ ഇങ്ങനെ പാർക്കൊക്കെ ഇങ്ങനെ നശിച്ചു പോവുകയാണ്. ഫൈനലി നമ്മൾ ചക്കുളത്തെത്തി. പക്ഷേ ഇവിടെ എല്ലാം വെള്ളമാണ്. കാരണം ഇന്നലെ മഴ പെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ചെറുതായിട്ട് മഴ ചാറ്റലുണ്ടായിരുന്നു. അതിൻ്റെയാണ് എന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ചക്കുളത്തെ ഗണപതി. ഇവിടെ മത്സ്യത്തിന് കുളത്തിൽ തീറ്റ ഇട്ട് കൊടുക്കില്ലെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ബോർഡ്. പക്ഷെ ചിലവരൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മഴ പിന്നെയും ചാറി തുടങ്ങി. ഇവിടെ ഊറ്റുവെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. വയലിൻ്റെ പ്രദേശമായതുകൊണ്ടായിരിക്കാം ഇവിടെ കൂടുതൽ ഊറ്റുണ്ട്. അപ്പോൾ നമ്മൾ പാനകം വാങ്ങാൻ വന്നിരിക്കുകയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പാനകമാണ് ഇവിടെ കൊടുക്കുന്നത്. 21 പരം അത്യപൂർവമായ ആയുർവേദ മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ പാനകം എന്നാണ് പറയുന്നത്. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലുമാണ് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നത്. പാനകത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ ഊട്ടുപുരയിലേക്കാണ് പോയത്. ഊട്ടുപുരയിൽ ചെല്ലുമ്പോൾ അവിടെ പ്രസാദം തരുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് ഇപ്പോൾ ചോറും പിന്നെ മുളക് പൊടിയും അങ്ങനെ ഒരു വെറൈറ്റി പ്രസാദമാണ്. അപ്പോൾ ഞാനിത് വാങ്ങിച്ചു. അപ്പോൾ നമ്മളിനി പ്രസാദം കഴിച്ചു നോക്കുകയാണ്. ചോറെടുത്ത് അതിനകത്ത് മുളക് പൊടി മുക്കി നമ്മൾ കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാനും കഴിച്ചു. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഇതാണ് പാനകം. പാനകം ഒരു കുപ്പി ഫുള്ള് നമുക്ക് കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. ലഹരിയും എല്ലാം 20 പരം ഔഷധ ഗുണങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ടല്ലോ. അപ്പോൾ ഇതാണ് അന്നദാന മണ്ഡപം. ഇവിടെ ദേവിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. വിളക്കും കത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇഷ്ടം പോലെ ടാങ്കുകളാണ് ഇവിടെ ഉള്ളത്. ഫിൽട്ടർ ചെയ്യാൻ ഇഷ്ടം പോലെ ഫിൽട്ടറുകളും ഉണ്ട്. കുറേ പൊടി മീനുകളുണ്ട്. ഇഷ്ടം പോലെ ഓടി കളിക്കുകയാണ്. അടിപൊളിയാണ് കാണാൻ. നല്ല രസമാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പാർക്കിങ്ങിനോട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലമുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ ഒരു സ്ഥലത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളം കയറും. അങ്ങനെയാണ് ആ കടയിലെ ഒരു ആൻറ്റി നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇന്നലെയൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. ഇപ്പം വെള്ളം കുറച്ച് കുറവുണ്ടെന്നാണ് പറഞ്ഞത്. ഇന്നലെ വന്നായിരുന്നെങ്കിൽ ഫുള്ള് വെള്ളമായിരുന്നു എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ KSRTC ഇവിടുന്ന് തന്നെ സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ KSRTCയുടെ തീർത്ഥയാത്രാ സർവീസ് ഇവിടേക്ക് വരുന്നതുകൊണ്ട് അങ്ങനെ KSRTC ബസ്സുകൾ ഇവിടുന്ന് തന്നെ സർവീസ് ഉള്ളതുമുണ്ട്.
അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.